പൊറോട്ട ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? ഒരു കിടിലൻ പൊറോട്ട ഉണ്ടാക്കി വെക്കലോ. പൊറോട്ട ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. നല്ല അടിച്ച് തെറിപ്പിച്ച പൊറോട്ട, നല്ല അടുപ്പിച്ച് പഴുപ്പിച്ച പൊറോട്ടയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ക്രിസ്പി പൊറോട്ട. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കിലോ മൈദയാണ് ഞാൻ ചേർക്കുന്നത്. 1 കിലോ മൈദയിൽ ഒരു 250 ഗ്രാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുഴുവനായി നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ, അതായത് 1 കിലോ മുഴുവനായി ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 15 പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈദ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് അപ്പക്കാരം, ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ട ചേർക്കാതെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിനുശേഷം ഞാൻ ഇത് കല്ലുപ്പായതുകൊണ്ടാണ് വെള്ളത്തിൽ കലക്കി വെള്ളം ഒഴിക്കുന്നത്. പൊടിയുപ്പാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്താൽ മതി. എന്നിട്ട് പഞ്ചസാര ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഉപ്പും കാര്യങ്ങളൊക്കെ, ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും, മൈദൻ്റെ എല്ലാ സ്ഥലത്തും പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വീണ്ടും കുഴച്ചെടുക്കുക. കാരണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ എണ്ണ ഒഴിക്കേണ്ടത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒഴിച്ചാൽ അത്യാവശ്യം സ്മൂത്തായി കിട്ടും. എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ മാറ്റി വെക്കണം. മാറ്റി വെക്കുന്നതിന് മുമ്പ് ഇത്തിരി എണ്ണ മുകളിൽ തടവി കൊടുക്കാം. അതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് തടവി കൊടുക്കുന്നത്. വേറെ ഒരു ഓയിലും ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ശേഷം ഇതിനെ 1.5 മണിക്കൂർ ഇല്ലെങ്കിൽ 2 മണിക്കൂർ, ഞാനിപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇതിനെ ഉരുളയാക്കി മാറ്റാം. ഉരുളയാക്കുന്നതിനും ഒരു വ്യത്യസ്ത ട്രിക്ക് ഉണ്ട്. അങ്ങനെ തന്നെ എടുത്ത് ഉരുളയാക്കലല്ല, വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഉരുളയാക്കുക കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ഉള്ളം കൈയിൻ്റെ ഉള്ളിൽ കൂടി തള്ളി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉരുളയായി കിട്ടും. എന്നിട്ട് അതിനെ പീസാക്കി ഇതുപോലെ എടുത്ത് ആ മാവ് ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെ വെക്കുക. ഇതുപോലെ ഉള്ളിലോട്ട് നിറച്ച്, അത് മാവിനെ ഉള്ളിലോട്ട് നിറച്ച് ഉള്ളം കൈയിൻ്റെ നടുവിലൂടി പുറത്തേക്ക് ഉരുളയാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാ, സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വലിയ കഷ്ടമുള്ള പണിയൊന്നുമല്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിൽ തടവി ഇതിനെ ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഞാനിപ്പോൾ അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു റോളർ എടുത്ത് മാവ് ഒരെണ്ണം എടുത്ത്, ഇതുപോലെ അരമണിക്കൂറാണ് ഞാൻ റെസ്റ്റിന് വെച്ചത്, അതിൽ നിന്നൊരു മാവ് എടുത്ത് അതിൻ്റെ മുകളിൽ എണ്ണ തടകി ഇതുപോലെ റോളർ വെച്ച് നന്നായി പരത്തി ഇനി ഇതിനെ വീശി അടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും വീശി അടിക്കുമ്പോൾ പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. ഇതുപോലെയാണ് കൈ വെക്കേണ്ടത്. നമ്മൾ വലത്തെ കൈ മുകളിലും ഇടത്തെ കൈ മാവിൻ്റെ താഴെയാണ് വെക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇടത്തെ കൈയുടെ ചുണ്ടൻ വിരൽ മുകളിലും വലത്തെ കൈയുടെ ചുണ്ടൻ വിരൽ അടിയിലും വെച്ച് ഇതുപോലെ കറക്കി അടിച്ചെടുക്കണം. കീറിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും കീറിപ്പോകാൻ സാധ്യതയുണ്ട്. എൻ്റെത് ഇവിടെ കീറിപ്പോയിട്ടുണ്ട്. നല്ല വീശി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിടിച്ചാൽ മതി. കണ്ടില്ലേ? നല്ല വീശി വന്നിട്ടുണ്ട്. വലിയ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ വീശി വന്നാൽ. അതിനുശേഷം അതിലേക്ക് ഇത്തിരി മൈദ ഇട്ട് ഇതുപോലെ ഒരു കത്തിയിലേക്ക് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതുപോലെ എണ്ണ തടകി ആ മാവിനെ നടുവിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. മുറിച്ച് ഇതുപോലെ ലാസ്റ്റ് അറ്റത്തുനിന്ന് വലിച്ച് മുമ്പിൽ കൈ വെച്ച് ഇതുപോലെ കറക്കിയെടുക്കണം. കണ്ടില്ലേ? എനിക്ക് കറക്കുന്നതിൽ വലിയൊരു ഇതില്ല, എന്നാലും അത്യാവശ്യമൊക്കെ അറിയാം. ഇതുപോലെ കറക്കിയെടുക്കുക. കണ്ടില്ലേ? കറക്കി മാവിൻ്റെ അടിയിൽ, അതായത് ഉരുളയുടെ അടിയിൽ ഇറുക്കി വെക്കുക. കണ്ടില്ലേ? എന്നിട്ട് എണ്ണ തടകിയ സ്ഥലത്ത് അതിൻ്റെ മുകളിലും എണ്ണ തടകി വെക്കുക. ഇത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പൊറോട്ട. അപ്പോൾ ഇത് മുട്ട ചേർക്കാത്ത പൊറോട്ടയാണ്. അധികം ആൾക്കാർക്ക് മുട്ടയോട് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മുട്ട ചേർക്കാത്ത ഒരു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നത്. അപ്പോഴാണ് ഞാനത് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനെ ഇതുപോലെ ഉരുളയാക്കി വെച്ച് കാണാം. ഇതുപോലെ എണ്ണ തടവി കൊടുക്കാം കേട്ടോ. എണ്ണ തടകില്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോവും. അടിക്കുന്ന ഒന്നുകൂടി നിങ്ങൾ കണ്ടോളി. അടിക്കുന്നതാണ് കാണാൻ രസം. കണ്ടില്ലേ, ഇതുപോലെയാണ് അടിച്ചെടുക്കൽ കേട്ടോ. അടിച്ചു കഴിഞ്ഞാൽ മൈദ മുകളിൽ ഇത്തിരി വെതറി ഇതുപോലെ മുറിച്ച് ഇതുപോലെ ഇട്ട് ഉരുളയാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. വലിയ അടങ്ങാറ് പിടിച്ച സംഭവമൊന്നുമല്ല. ഇതുപോലെ കറക്കി അതിൻ്റെ അടിയിൽ ഇറുക്കി ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കുക. ശേഷം എണ്ണ തടവി കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു അരമണിക്കൂറും കൂടി വെക്കണം. എന്നാലാണ് പൊറോട്ടയ്ക്ക് ടൈം പിടിക്കും. അതാണ് പൊറോട്ടയുടെ ഒരു ടൈം നന്നായിട്ട് പിടിക്കും. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളയെടുത്ത് ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് ലെയർ കിട്ടും പൊറോട്ടയ്ക്ക്. ഇപ്പോൾ റോളർ വെച്ച് പരത്തുകയാണെങ്കിൽ ചപ്പാത്തി പോലെ ആയിപ്പോവും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ റോളർ വെച്ച് പരത്താം. ഞാനിപ്പോൾ കൈവച്ചാണ് പരത്തുന്നത്. ബിഗിനേഴ്സ് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കൈവച്ച് പരത്താമെന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, ഇത് റോളർ വെച്ച് പരത്താമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പാന് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ പൊറോട്ട ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, തിരിച്ചിട്ട് കൊടുക്കരുത്. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് തന്നെ എണ്ണ മുകളിൽ വെച്ച് കൊടുക്കുക. പൊറോട്ടയ്ക്ക് എണ്ണയാണ് മെയിൻ. ഇതിനെ എണ്ണ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കണം. നന്നായി റോസ്റ്റാണ്. ഇപ്പോൾ കരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. അടിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിക്കോളും. പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടിച്ച് പാർപ്പിക്കുക. ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നല്ല ചൂടുണ്ടാവും കൈ. അടിച്ചു കഴിഞ്ഞാൽ 2 അടി അടിച്ചു കഴിഞ്ഞാൽ കൈയിൻ്റെ അടിഭാഗം ഇതുപോലെ താഴെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നാൽ ചൂടൊക്കെ കുറയും കൈയിൻ്റെ. ഇല്ലെങ്കിൽ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ട് കീട്ടിലും പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് കൊടുക്കുക. കാരണം സബ്സ്ക്രൈബ് വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. ഇതുപോലത്തെ കർണാടക റെസിപ്പീസായി ഞാൻ എത്തും. കാരണം ഇതൊരു കേരള റെസിപ്പിയാണ്. എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് കർണാടക റെസിപ്പി ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അത് മലയാളത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായില്ലേ, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.